ടിൻഡു ഡുണ്ടു നിന്നെ വിളിക്കുന്നു. കമ്പൈൻ സ്റ്റഡിക്കാണെന്ന് തോന്നുന്നു. ഞാനില്ല, അവളൊരു മണ്ടിയാണെന്നേ. അവള് കേക്കണ്ട. കേക്കട്ടെ, വലിയ വിചാരാണെന്നേ. ഒരു രക്ഷയില്ല. മണ്ടി ആയതിന്റെ ഭയങ്കര അഹംഭാവം ഉണ്ട്. എന്നാ നീ ഒന്ന് തെളിയിക്ക് അവള് മണ്ടിയാണെന്ന്. ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. ഡുണ്ടു, എന്താ? ഞാൻ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു. ആരെ? ഒരു ഭൂതത്തെ. ശരിക്കും? ശരി, അപ്പൊ അവള് മണ്ടി തന്നെയാണല്ലേ? ഒരു കുപ്പിലെ കിടക്കുകയായിരുന്നു. ഞാൻ അതിനെ മോചിപ്പിച്ചു. പാവം. എന്നിട്ട് ഒരു വരം ചോദിക്കാൻ പറഞ്ഞു എന്നോട്. നീ എന്ത് ചോദിച്ചു? ഞാൻ പറഞ്ഞു എന്റെ ഡുണ്ടുവിന്റെ ബുദ്ധി 10 ഇരട്ടിയാക്കി കൊടുക്കാൻ. ഹോ എന്റെ ടിൻഡു, നീ നിന്റെ കാര്യമൊന്നും പറയാതെ എന്റെ കാര്യം പറഞ്ഞല്ലോ. അതാണ് മോളെ യഥാർത്ഥ സുഹൃത്ത്. എന്നിട്ട് ഭൂതം എന്ത് പറഞ്ഞു? അവൻ ചിരിച്ചോണ്ട് പറയാ, പൂജ്യത്തെ എത്ര കൊണ്ട് ഗുണിച്ചാലും പൂജ്യമായിരിക്കും എന്ന്. അല്ല ശശി, വെക്കേഷൻ എവിടെയും പോയില്ലല്ലേ? ഇല്ല മാഷേ, ഇതുവരെ പോയില്ല. ഭാര്യയാണെങ്കി കയറ് പൊട്ടിക്കുക. എന്റെ സ്ഥിതി അത് തന്നെയാ. ഫാമിലിയുമായി ഒന്ന് പുറത്തു പോയി വരണമെങ്കിലേ ₹20 എന്തായാലും പൊട്ടും. പോരാത്തതിന് ടിൻഡുവിന് വെക്കേഷൻ ക്ലാസ് ഉണ്ടേ. ആഹാ, എന്തിനത്? എന്താ അത്? കണക്ക് എളുപ്പമാക്കുന്ന ഒരു സംഗതിയില്ലേ, അക്കാ ബസ്സോ? എടോ അബാക്കസ്, കൊറേ കാശായിട്ടുണ്ടാവുമല്ലോ. 1200 രൂപ അഡ്മിഷൻ ഫീസ്, പിന്നെ മാസം തോറും 500 രൂപ കൊടുക്കണം. എന്തിനാടോ അതിനൊക്കെ പറഞ്ഞേക്കുന്നേ? അടുത്ത കൊല്ലം ഞാനാ ടിൻഡുവിന്റെ കണക്ക് മാഷ്. പിന്നെന്താ? അതാണ് എന്റെയും പേടി. കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ ലോകത്തിലെ 1-ാം നമ്പർ കോടീശ്വരൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതൊരാളല്ലേ? ബിൽ ഗേറ്റ്സ്. അതാണ് പുള്ളിയുടെ പേര്. ലോകപ്രശസ്തമായ വിൻഡോസ് പുള്ളിയാണ് നിർമ്മിച്ചത്. ആ വിൻഡോസ് ആണ് ലോകത്തിലാകമാനം ഉപയോഗിക്കുന്നത്. എനിക്ക് എന്തോ ഇത് കേട്ടിട്ട് പുള്ളിയോട് അത്ര മതിപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. അതെന്താടാ? പുള്ളിയുടെ പേരെന്താ? ബിൽ ഗേറ്റ്സ്. തറവാട് പേര് ഗേറ്റ്സ് എന്നാ. എന്നിട്ട് എന്തിനാ പുള്ളി ചെറിയ വിൻഡോസ് വിറ്റ് നടക്കുന്നേ? ഗേറ്റ്സ് ഉണ്ടാക്കി വിറ്റൂടെ? എന്താ ചേട്ടന്റെ മുഖത്തൊരു മ്ലാനത? എന്തു പറയാൻ, മുമ്പില് കല്യാണി സിൽക്സ് വന്നതോടെ എന്റെ കച്ചവടം പൂട്ടി. നീ തന്നെ പറ ടിൻഡു, എന്താപ്പൊ ചെയ്യ? ഒരൊറ്റ പണിയേ ഉള്ളു ചേട്ടാ, ചേട്ടന്റെ കടയുടെ പേര് മാറ്റാ. പേര് മാറ്റാനോ? ഒരു രക്ഷയില്ല. എന്റെ അച്ഛനിട്ട പേരാ ഡ്രീം എന്നത്. ചേട്ടന് പറ്റിയ പേര് തന്നെ. അതെന്താ? കച്ചവടം ഒന്നും ഇല്ലല്ലോ, ഫുൾ ടൈം ഡ്രീം ചെയ്യലല്ലേ. എന്താപ്പൊ ചെയ്യ? ചേട്ടൻ എന്തായാലും കടയുടെ പേരൊന്ന് മാറ്റേണ്ടി വരും. എന്നാ പ്രശ്നമൊക്കെ തീരുവോ? അത് ഗ്യാരണ്ടിയാ. കല്യാണി സിൽക്സിന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇവിടെ ഉണ്ടാവും. ഷെടാ, അതെങ്ങനെ? ഇപ്പൊ ചേട്ടന്റെ കടയുടെ പേരെന്താ? ഡ്രീം. അതൊന്ന് മലയാളത്തിലാക്കിയാ മതി. അപ്പോ സ്വപ്നമെന്നോ? അത് തന്നെ. കല്യാണി സിൽക്സിന്റെ പരസ്യം കണ്ടിട്ട് എല്ലാരും ഇങ്ങോട്ട് തന്നെ വരും. അതെങ്ങനെ? അങ്ങോട്ടൊന്ന് നോക്ക്. അച്ഛനെ നോക്കി നമ്മുടെ തോമാച്ചൻ നടക്കുന്നുണ്ടേ. ദൈവമേ, കാലമാടൻ ലാൻഡ് ചെയ്തോ? ഇപ്പൊ ഒന്ന് കാണണം, കണ്ട പേടിയാവും. അവൻ പണ്ടേ അങ്ങനെയാ, കണ്ടാലൊരു ഘടോൽക്കച്ചനാ. അച്ഛൻ എത്ര കാശ് കൊടുക്കാനുണ്ട്? വെറും 20,000 രൂപ. എന്നാലത് കൊടുത്തൂടെ? കയ്യില് വേണ്ടേ? നിനക്കറിയാലോ, അച്ഛന്റെ കയ്യില് 10 പൈസ ഇല്ല. അച്ഛനാണത്രേ അച്ഛൻ. ദൈവമേ, തോമാച്ചനല്ലേ വരുന്നത്? ശശി, തരാനുള്ളത് ഓർമ്മയുണ്ടല്ലോ. അല്ല, നീ എനിക്ക് എത്ര തരാനുള്ളത്? 20,000 രൂപ. തോമാച്ച, സ്വൽപ്പം ടൈറ്റാ, പെട്ടെന്ന് ശരിയാക്കി തരാം. ഇത് പണ്ട് പപ്പു പറയുന്ന പോലെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പൊ ശരിയാക്കി തരും? ഫെബ്രുവരി ആവും. അയ്യടാ, ഫെബ്രുവരിക്ക് ഇനി 2 മാസം ഇല്ലേ? എനിക്ക് അടുത്ത ആഴ്ച കിട്ടണം. എങ്ങനെയും ജനുവരി വരെ. അപ്പോഴേക്ക് എന്തായാലും ശരിയാക്കി തരാം. ഒരു രക്ഷയില്ല, ഒരാഴ്ച പറ്റൂല തോമാച്ച. ശരി, ഞാനൊരു ഫേവർ ചെയ്യാം. വേറൊരു രക്ഷയുമില്ലാണ്ടാ. താനിപ്പോ 10,000 താ, ബാക്കി ഞാനങ്ങ് മറന്നേക്കാം, പോരെ? പക്ഷെ 10,000 എനിക്ക് ഇപ്പൊ കിട്ടണം. അപ്പോ ഒരു പകുതി ചേട്ടൻ മറന്നല്ലേ? അതെ. എന്നാലൊരു കാര്യം ചെയ്യാച്ചാ, അച്ഛനും ബാക്കി പകുതി 10,000 രൂപ അങ്ങ് മറന്നു കളാ. പ്രശ്നം സോൾവ് ആയല്ലോ. എടി, ഞാൻ വല്ലാതെ വയസ്സായി പോയല്ലേ. ഇപ്പോഴാണോ മനസ്സിലായത്? ഡൈ ആവാനായി. എന്ത് വർത്താനാ നിങ്ങളീ പറയുന്നത്? എന്നെ ഓർത്തോ? പറക്കം പറ്റാത്ത ടിൻഡുവിനെ നിങ്ങൾ ഓർത്തോ? നിനക്കെന്താടി വട്ടായോ? അത് ശരി, വേണ്ടാതീന ഞാനാണോ പറഞ്ഞത്? ഡൈയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്, ഹെയർ ഡൈ. ഓ, ആൾഡായി. എന്നാ കുറച്ച് എനിക്ക് മാറ്റി വെച്ചേക്കണേ. അയ്യേ, അമ്മ ശശിയായി. എന്റെ പേരാടാ ശശി, ഇവള് രമ. ന്യൂ ജനറേഷനിൽ ആള് മണ്ടനായി എന്നതിന് ശശിയായി എന്നാ പറയാറ്. ഇപ്പൊ ശശി എന്ന് വെച്ചാ മണ്ടൻ.
കഷ്ടം, നല്ലൊരു പേരായിരുന്നു. ഇനി ഇതിപ്പോ മാറ്റാനും പറ്റില്ലല്ലോ. അത് സാരമില്ല, അച്ഛൻ അത് കറക്റ്റ് മാച്ചാ. ആ, അതവിടെ നിൽക്കട്ടെ. നീ പോയി ഡൈ വാങ്ങി വാ. പോവാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കറിയാം, കണ്ടീഷൻ എന്ന് വെച്ചാ കമ്മീഷൻ അല്ലേ. ബാക്കി പൈസ കൊണ്ട് നിനക്ക് മുട്ടായി വാങ്ങണം. കമ്മീഷനും മിഠായി ഒന്നും അല്ല, കടയിലേക്ക് പോയി വരാൻ അച്ഛന് ബൈക്കൊന്ന് വേണം. അയ്യടാ, എടാ, ദൈവം നിനക്ക് എന്തിനാ 2 കാല് തന്നത്? ഒന്ന് ഗിയർ മാറ്റാനും മറ്റേത് ബ്രേക്ക് ചവിട്ടാനും. എന്തേ? എന്താ റപ്പായി ചേട്ടാ, കാര്യമായിട്ട് വായനയാണല്ലോ. ആ, എന്നാ വായിക്കാനാ? എന്തു പറ്റി? എന്താ ഒരു നിരാശ? ഇപ്പൊ അവിടത്തെ മന്ത്രിമാരെ കണ്ടില്ലേ ടിൻഡു? മൊത്തം അഴിമതിയല്ലേ. അതിൽ തെളിവൊന്നുമില്ലല്ലോ. തെളിവെവിടെ? അത് ശരി, നീയും തുടങ്ങിയോ? നിയമം നിയമത്തിന് വഴിക്ക് തന്നെ പോട്ടെ. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ഞാൻ ഡെയിലി ചാനൽ ചർച്ചകൾ കാണാറുണ്ട് ചേട്ടാ. എടാ, അത് കൊച്ചു പിള്ളേരെ കാണാൻ പാടില്ല. ഇപ്പോഴത്തെ നേതാക്കളുടെ സംസാരം കേട്ടാലേ ചെവി പൊത്തിപ്പോവും. അതും ശരിയാ. ഒരു തരത്തിൽ പറഞ്ഞ പണ്ടത്തെ രാജഭരണം തന്നെയായിരുന്നു നല്ലത്. നമ്മുടെ മാവേലിയെ പോലെ അല്ലേ? മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നല്ലേ? എന്നാൽ ഈ മാവേലി തന്നെയായിരിക്കും ചൈനയിലും ജപ്പാനിലും എല്ലാം ഭരിച്ചത്. മാവേലി ചൈനയിലും ജപ്പാനിലോ? ചേട്ടൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ മാവേലി തന്നെ അവിടെയൊക്കെ ഭരിച്ചത്. മാവേലി നാടുവാണിയിടും കാലം ബാക്കി എന്തായിരുന്നു? മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നല്ലേ? ആ, അത് തന്നെയാ പറഞ്ഞത്. അവിടത്തെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? എല്ലാ മനുഷ്യരും കാണാൻ ഒരുപോലെ തന്നെയാ. എന്താ ദീപു, മുഖത്തൊരു സന്തോഷം? ഞാനൊരു സ്വപ്നം കണ്ടു. അത് നല്ലതാ. എപ്പോഴും സ്വപ്നം കാണാൻ നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും എല്ലാ പീരീഡും നീ കിടന്നുറങ്ങുന്നത്. അല്ല, എന്ത് സ്വപ്നമാ നീ കണ്ടത്? അതൊക്കെ ഉണ്ട് മോനെ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മിക്കതും നടന്നിട്ടുണ്ടടാ. ഓഹോ, നീ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എല്ലാത്തിനും പൊട്ടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. ഫലിച്ചില്ലേ? ആ കാര്യം എനിക്ക് സ്വപ്നം കാണാതെ തന്നെ അറിയാം. ഞാൻ ഇന്നലെ രാജാവായിട്ട് വാഴുന്നതാ സ്വപ്നം കണ്ടത്, അതും പുലർച്ചയ്ക്ക്. അതിനെന്താ? എടാ, പുലർച്ചയ്ക്ക് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ. നീ രാജാവോ? പോരാത്തതിന് ഞാൻ അന്നദാനവും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ശരി, ഇപ്പം കാര്യം പിടികിട്ടി. എന്തു കാര്യം? തലപ്പാവ് വെച്ചിട്ടല്ലേ നീ നിന്നെ കണ്ടത്? അതെ. പിന്നെ അന്നദാനവും നടത്തിയല്ലേ? സംഗതി പിടികിട്ടി. എന്ത്? ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഒഴിവുണ്ടെന്ന് പത്രത്തിൽ കണ്ടപ്പോ ഇത്രയും വിചാരിച്ചില്ല.